Hi students, welcome back. ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ MCQ questions ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following crystals does not exhibit fungal defect? Which does not exhibit ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Does not exhibit fungal defect question. Option silver bromide, silver chloride, potassium bromide and zinc sulfide. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് AGBR ഷോസ് ബോത്ത് ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോട്ട്കി ഡിഫക്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് കളയാം, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ സിൽവർ ക്ലോറൈഡും സിങ്ക് സൾഫൈഡും അത് നമുക്കറിയാം, അത് ഏത് ഡിഫക്റ്റ് കാണിക്കുന്ന ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ KBR ആണ് നമ്മുടെ ഓപ്ഷൻ. ആൻസർ KBR. ഇനി എന്താണ് ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്? കാറ്റയോൺസ് ആർ ഡിസ്ലൊക്കേഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. കാറ്റയോൺസ് അതിൻ്റെ നോർമൽ സൈറ്റിൽ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് ആയിട്ട് പഠിച്ചത്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് KBR ആണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. Then, which among the following is not an example of amorphous? Not an example of amorphous solids. Option: cork, quartz, glass, plastic. Okay, which of the following is not an example of amorphous solids? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അതിനകത്ത് ഏതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് നമുക്കറിയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്ന ഏതാണ്? ക്വാർട്സ്. ക്വാർട്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? കോക്ക്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് അമോർഫസ് സോളിഡ്സ്. അപ്പോൾ അമോർഫസ് സോളിഡ്സ് അല്ലാത്തതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്, ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് കോക്കും ഗ്ലാസും പ്ലാസ്റ്റിക്കും അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്വാർട്സ് ആണ് അമോർഫസ് സോളിഡ് അല്ലാത്തത്. ഓക്കെ, ദെൻ തേർഡ്, വാട്ട് ഈസ് ട്രൂ ഫോർ അമോർഫസ് സോളിഡ്സ്? വാട്ട് ഈസ് ട്രൂ ഫോർ അമോർഫസ് സോളിഡ്സ്? ട്രൂ സോളിഡ്സ്, സ്യൂഡോ സോളിഡ്സ്, പോളിക്രിസ്റ്റലൈൻ സോളിഡ്സ്, നൺ ഓഫ് ദി അബവ്. Okay, amorphous solids is also called pseudo solids or supercooled liquids. Why they are called pseudo solids or supercooled liquids? They have a tendency to flow but slowly. Okay, അപ്പോൾ നമ്മുടെ amorphous solidsൻ്റെ is also called pseudo solids or supercooled liquids. Then fourth one, which among the following is not true for crystalline solids? Not true for crystalline solids. They have sharp melting point. They show sharp melting point. That is true. They show anisotropic. What is meant by anisotropic? Anisotropic means some of the physical properties, example refractive index, അതുപോലെ electrical resistance, they show different values among different directions in the same crystal. അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോ ഡിഫറെൻറ്റ് വാല്യൂസ് എമംഗ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഇൻ ദ സെയിം ക്രിസ്റ്റൽ. ഓക്കെ, അതാണ് നമ്മൾ അനൈസോട്രോപ്പിക് എന്ന് പഠിച്ചത്. അപ്പോൾ അത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ അത് ട്രൂ ആണ്. ദേ ആർ ഓൾസോ കോൾഡ് ട്രൂ സോളിഡ്സ്. ട്രൂ സോളിഡ്സ് അതും ട്രൂ ആണ്. ദേ ഡു നോട്ട് ഷോ ലോങ് റേഞ്ച് ഓർഡർ. അവർ ലോങ് റേഞ്ച് ഓർഡർ തന്നെയാണ്. എന്താണ് ലോങ് റേഞ്ച് ഓർഡർ? നമുക്കറിയാമല്ലോ, അവരുടെ സ്ട്രക്ചർ, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന ഓർഡേർഡ് സ്ട്രക്ചറാണ്, ലോങ് റേഞ്ച് ഓർഡറാണ്. ഇതൊക്കെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ പഠിച്ചതാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ് ഇവിടെ? D ആണ്. ദേ ഡു നോട്ട് ഷോ ലോങ് റേഞ്ച് ഓർഡർ, ബട്ട് വി നോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ലോങ് റേഞ്ച് ഓർഡർ. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ മോളിക്കുലാർ സോളിഡ്സ്? ഇതിനകത്ത് ഏതാണ് മോളിക്കുലാർ സോളിഡ്സ് അല്ലാത്ത? നാഫ്തലീൻ, ഗ്ലൂക്കോസ്, ഡ്രൈ ഐസ്, സിലിക്കൺ. വി നോ സിലിക്കൺ, ദാറ്റ് ഈസ് എ കോവാലൻറ്റ് നെറ്റ്വർക്ക് സോളിഡ് ആണ്. silicon. That is not an example of
മോളിക്കുലാർ സോളിഡ്സ്. കണ്ടോ, നോട്ട് എ മോളിക്കുലാർ സോളിഡ്സ് ആണ്. സിലിക്കൺ ഈസ് എ കോവാലന്റ് നെറ്റ്വർക്ക് സോളിഡ്സ്. സോ ദിസ് ഈസ് നോട്ട് എ മോളിക്കുലാർ സോളിഡ്സ്. ഓക്കെ. Edge length of a unit cell of chromium metal is 287 picometer with BCC arrangement. The atomic radius is of the order. അപ്പോൾ എഡ്ജ് ലെന്ത് തന്നിട്ടുണ്ട്. എഡ്ജ് ലെന്ത് ദാറ്റ് ഈസ് 287 പൈക്കോമീറ്റർ ആണ്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് BCC അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് അറ്റോമിക് റേഡിയസ് ആണ് കാണേണ്ടത്. നമ്മുടെ ഫോർമുല നമുക്കറിയാം. √3a ഈസ് ഈക്വൽ ടു 4r ആണ്. സോ r ഈസ് ഈക്വൽ ടു √3a ഡിവൈഡഡ് ബൈ 4. എ എന്ന് പറയുന്നത് 287 പൈക്കോമീറ്റർ ആണ്. നമ്മുടെ ആൻസറും പൈക്കോമീറ്ററിലാണ്. അപ്പോൾ പൈക്കോമീറ്ററിൽ തന്നെ നമ്മൾ ആൻസർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ r ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു a 287 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 124.27 ആയിരിക്കും. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. അടുത്തത്, ഇൻ വിച്ച് പെയർ മോസ്റ്റ് എഫിഷ്യൻറ്റ് പാക്കിംഗ് ഈസ് പ്രസൻറ്റ്. മോസ്റ്റ് എഫിഷ്യൻറ്റ് പാക്കിംഗ് ഉള്ളത് ഏത് പെയറിലാണ് നമുക്കറിയാം. HCP ആൻഡ് CCP ആണ്. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു അതിന്? 74%. ഇത് നമ്മൾ പഠിച്ചത് അല്ലേ. ബാക്കി എല്ലാത്തിനേക്കാളും 74% ഉള്ളത് HCP ആൻഡ് CCP സ്ട്രക്ചർ. സിൽവർ ഹാലൈഡ് ജനറലി ഷോ പഠിച്ചതാണ്. ബോത്ത് ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. അപ്പോൾ ബോത്ത് ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഓക്കെ, ബോത്ത് ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് നമ്മുടെ സിൽവർ ഹാലൈഡ് കാണിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ദ 9th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് ഫ്രങ്കൽ ഡിഫക്റ്റ് ഓൺ ദ ഡെൻസിറ്റി ഓഫ് അയോണിക് സോളിഡ്സ്. അപ്പോൾ അയോണിക് സോളിഡിൻ്റെ ഡെൻസിറ്റിയിൽ ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ എഫക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്മോളർ അയോൺസ് കാറ്റയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ദി നോർമൽ സൈറ്റ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. അപ്പോൾ അവിടെ വേക്കൻസി ഡിഫക്റ്റും ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ട് അല്ലേ. അവിടെ നമുക്ക് ഡെൻസിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. കാരണം വേക്കൻസി ഡിഫക്റ്റ് അവിടെ എഴുന്നേറ്റ് പോയ ആ ആറ്റംസ് എവിടെയുണ്ട്? വേറെ ഏതെങ്കിലും ഒരു ലാറ്റിസ് സൈറ്റിൽ അത് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഡെൻസിറ്റിക്ക് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നില്ല. സോ ദ ഡെൻസിറ്റി ഓഫ് ദി ക്രിസ്റ്റൽ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ. ദെൻ 10th ക്വസ്റ്റ്യൻ, ദി ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദി ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ സിമ്പിൾ ക്യൂബിക്. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ നമുക്കറിയാം പാക്കിംഗ് എഫിഷ്യൻസി ദാറ്റ് ഈസ് 52.4% ആണ് നമുക്കറിയാം. അപ്പോൾ 52.4% ആണ് അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 52.4% ആണ്. അപ്പം നമ്മൾ 52.4% ഏതിൽ നിന്നാണ് കിട്ടുന്നത് നോക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയ്ത് നോക്കും. π/6 ഇൻറ്റു 100 that is equal to 3.14 divided by 6 into 100 that is 52.33. then we will get 52.33 ആണ്. 52.33 means that is approximately 52.4%. so our answer എന്ന് പറയുന്നത് A ആണ്. understood? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് ഓർത്തിരുന്നണം. π/6 ആണ് 52.4% എന്ന് പറയുന്നത്. ഓക്കെ, 0.33 ആണ്. അപ്പം ഇത്രയും MCQ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. റിമൈനിങ് ക്വസ്റ്റ്യൻസ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അൻറ്റിൽ ദെൻ, ബൈ ബൈ.